ഇന്ന് നമ്മൾ മുറികൂട്ടി എന്ന് പറഞ്ഞ ഔഷധ സസ്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഈ കാണുന്നതാണ് മുറികൂട്ടിയുടെ ചെടി. ഈ ചെടിയുടെ ഇല പിഴിഞ്ഞ നീരാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളൊക്കെ ഇല്ലേ, വീണിട്ട് പൊട്ട് മുറിവ്, കത്തിയൊക്കെ കൊണ്ട് മുറിയുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾക്ക് നീര് പിഴിഞ്ഞൊഴിച്ചാൽ 2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടുന്നതാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ഒഴിക്കാറുണ്ട്. അപ്പോൾ ഉണങ്ങി 2 ദിവസം കൊണ്ടൊക്കെ കിട്ടാറുണ്ട്. വലിയ മുറിവാണെങ്കിൽ കൂടുതൽ ദിവസം നീര് പിഴിഞ്ഞ് ഒഴിക്കേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ ഫംഗസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഇതും ഔഷധം തന്നെയാണ്. നീര് പിഴിഞ്ഞൊഴിച്ചാൽ നല്ലപോലെ മാറി കിട്ടുന്നുണ്ട്. ഒരലങ്കാര സസ്യമായിട്ടും മുറികൂട്ടീനെ നട്ടു വളർത്താനായിട്ട് സാധിക്കും. വീടിൻ്റെ അകത്തോ ചട്ടിയിലോ ഒക്കെ ഇത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണ് മുറികൂട്ടി. കൊമ്പ് നട്ട് വളർത്തിയാണ് ഇത് നടുന്നത്. ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്താനായിട്ട് സാധിക്കും. പെട്ടെന്ന് വളരും. ഇത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് എന്തായാലും ഒരു ഒഴിച്ചുകൂടാനാവാത്ത ചെടി തന്നെയാണിത്.